தொல்லை தாங்குவதென்றால் இன்னும் இன்னும் எனக்கு ஒரு ஜன்மம் வேண்டும். என்ன சொல்ல போகிறாய், என்ன சொல்ல போகிறாய்? சந்தன தென்றலை ஜன்னல்கள் கண்டித்தல் நியாயமா, நியாயமா? காதலின் கேள்விக்கு கண்களின் பதில் என்ன? മൗനമാ, മൗനമാ? സാറിന്റെ മോളിപ്പോ എന്താ ചെയ്യുന്നേ? അവളിപ്പോ കോളേജിൽ പഠിക്കുക. അവളിപ്പോ തേർഡ് ഇയർ സ്റ്റുഡന്റ്. സാറിന്റെ മോക്കിപ്പോ എത്ര വയസ്സുണ്ട്? അവൾക്ക് 22 വയസ്സുണ്ട്. ഓ, 22 വയസ്സുണ്ടല്ലേ? സാറിന്റെ മോളെങ്ങനെ അവരുടെ ചേർന്നത്? അതൊക്കെ വലിയ കഥയാണ്. ഞാൻ സമയം കിട്ടുമ്പോ തനിക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ സാർ. പ്രതിയെ കിട്ടി. ഇത്ര പെട്ടെന്നോ? അതെ, മാധവൻ വിളിച്ച് പറഞ്ഞതാ. ആരാ കക്ഷി? പേര് രാജേന്ദ്രൻ. ഒരു ലോറി ഡ്രൈവറാ. കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കുമെന്നാ അവൻ പറഞ്ഞത്. അയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് അറിഞ്ഞോ? ഇല്ലടാ, അവൻ വായൊന്നും തുറന്നിട്ടില്ല. എന്താണ് അച്ഛനും മക്കളും കൂടെ ഒരു സംസാരം? ആ, നിങ്ങള് വന്നോ? ചിന്ന ഉറക്കാണോ? അല്ല, എന്നാൽ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലേടാ സച്ചു? ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ബാക്കിയുള്ളവർ പോയി ചോദിക്കും. അതെ, ഇതുപോലെ അല്ലായിരുന്നോ നമ്മളും? അതെ, അതുകൊണ്ടായിരിക്കും 5 പേര് 5 വഴിക്ക് നിൽക്കുന്നത്. ചിന്നു, ഇതാരാ ചെയ്തതെന്ന് മനസ്സിലായി. ആരാ? നമ്മുടെ പഴയ ശത്രു അലീന. അവളോ? അവൾക്ക് കിട്ടിയതൊന്നും പോരെന്നാ തോന്നുന്നത്. പിന്നെ ചിന്നൂട്ടി, അത് മാത്രല്ല ചിന്നുട്ടി, ആ റീന മിസ്സിനും ഇതിന് ബന്ധമുണ്ട്. ഓ, നമുക്ക് നേരിടാൻ 2 പേരുണ്ടല്ലേ? അതെ ചിന്നുട്ടി. ഈ കളി എവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ലടാ. ചിലങ്ക, ആ, എന്താ സാർ? തനിക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാനിപ്പോ ഓക്കെയാണ്. താൻ മരുന്നൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ. ആ സാർ, ഞാൻ കൃത്യമായി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ചിന്നു, ആ ദാ വരുന്നു. സാർ, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താ വിച്ചു വിളിച്ചേ? അങ്ങോട്ടൊന്ന് നോക്കിയേ. അലീനയല്ലേ വരുന്നത്? കൂടെ ഉള്ളത് ഉണ്ണിയേട്ടനല്ലേ? ഇവരെന്താ ഇവിടെ? ആർക്കറിയാം? ആ, ഇതാരാ? ചെലങ്ക ബാലേന്ദ്രനോ? സുഖമാണോ? ഇതെന്ത് പറ്റി? കൈക്കും കാലിനും തലയ്ക്കൊക്കെ അപകടം പറ്റിയോ? അതോ ആരെങ്കിലും അപകടപ്പെടുത്തിയോ? അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാ? ഇതാര്? ചെലങ്കയുടെ വാലോ? അവള് മാത്രല്ല, ഞങ്ങളും ഉണ്ട്. ഓ, ഇപ്പോഴെല്ലാം കറക്റ്റായി. ഹലോ 4 സ്റ്റാർസ്. 4 പേരെയും ഇതേപോലെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. നീ ഇവിടെ വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണ് വരവിന്റെ ഉദ്ദേശം? ഞങ്ങളെ കൊല്ലാനാണോ? നിങ്ങളെ കൊല്ലാനോ? നിങ്ങളെ കൊല്ലാനല്ല, ഇവളെ. എന്റെ ആദം സാറിനെ എന്നെ തട്ടിയെടുത്താളെ ഇവള്. മോളെ അലീനെ, പണ്ടേ ഇച്ചായൻ പറഞ്ഞതാ നിന്നെ ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്തിനാടി പിന്നെയും പിന്നെ എൻ്റെ ഇച്ചാൻ്റെ പിറകെ നടക്കുന്നേ? ഞങ്ങൾ അന്നേ നിനക്ക് വാൺ ചെയ്തതാ. ഇനി ആദം സാറിന്റെ പിറകെയോ ചെലങ്കയുടെ പിറകെയോ നട. പഴയ ഞങ്ങളല്ലേ ഇപ്പൊ, അത് ഓർത്തോ? നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ? എന്തും ചെയ്യും ഞങ്ങള്. എന്താ ഇവിടെ? അലീന, ഉണ്ണി, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്? പറയൂ, എന്തിനാ വന്നത്? അടിയും വഴക്കുണ്ടാക്കാനാണോ? സാർ, ഞങ്ങളെ പ്രിൻസിപ്പൾ വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തിനാ വിളിച്ചതെന്ന് അറിയാമോ? അറിയില്ല, വിളിച്ചു. ഞാനും ഏട്ടനും കൂടി അങ്ങ് പോന്നു. ഇനി ഞങ്ങൾ പോയി പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരട്ടെ. എന്തോ പ്രശ്നമുണ്ട്. അതെ ഏട്ടാ. നിങ്ങൾ അവളുടെ അടുത്ത് പഴയതുപോലെ വഴക്കിനൊന്നും പോകണ്ട കേട്ടോ. കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. ഇല്ല ഏട്ടാ. ഇവരെ അങ്ങ് നമുക്ക് കൂട്ടണ്ടേ? പിന്നെ വേണം. പ്ലാൻ എന്താ? പ്ലാനൊക്കെ, പക്ഷെ ഈ പ്ലാന്റെ മെയിൻ ആൾ ഇവിടെ ഉണ്ടായിരിക്കണം. അറിയാലോ. നീ അത് ഓർത്ത് ടെൻഷൻ ആകണ്ട, ആളിപ്പോൾ എത്തും. ശരിക്കും? ഹലോ ഗേൾസ്. പറഞ്ഞു തീർന്നില്ല, അതോ വരുന്നു. ആരും ഏട്ടാ? ചിന്നൂസേ. നാട്ടിലെത്താൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഏട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ. ഹലോ, നിങ്ങളുടെ സ്നേഹമൊക്കെ പിന്നെ ആവാം. അതെ, ഇപ്പൊ കുറച്ച് സീരിയസ് ആവാം. അവരെത്തിയോ? പിന്നെ അവരെത്തി. പ്ലാൻ എല്ലാം സെറ്റ് അല്ലേ? അതെ. എന്നാ പിന്നെ ഇന്നൊരു അടി നടക്കും. എടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടടാ. സൂര്യ സാർ, സൂര്യ സാർ.